നമസ്കാരം, എൻ്റെ പേര് പ്രകാശ് ബാരെ. സുധീഷ് എഴുവത്തും പി.എൻ. ഗോപികൃഷ്ണനും മുരളി ചീരോത്തും ജയരാജും ചേർന്നൊരുക്കിയിരിക്കുന്ന ഈ ഫോട്ടോ എക്സിബിഷൻ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഗാന്ധിയുടെ ജീവിതത്തിലെ അവസാന 2 വർഷങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും ദുരന്തപൂരിതമായിട്ടുള്ള വിഭജന കാലത്തെ ആ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്, നമ്മളെ അതിലേക്ക് വീണ്ടും നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ എക്സിബിഷൻ, ഈ ഫോട്ടോ എക്സിബിഷൻ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ലോകമെമ്പാടും പുതിയ ടെക്നോളജിയുടെ വരവോട് കൂടിയിട്ട് ഇൻഫർമേഷൻ കൊണ്ട് ഫ്ലഡ് ചെയ്തിരിക്കുകയാണ് മനുഷ്യൻ. പലരും പറയുന്ന പോലെ നമ്മളിപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഡയറ്റിംഗ് ആവശ്യമുള്ളതുപോലെ ഇൻഫർമേഷൻ്റെ കാര്യത്തിലും ഡയറ്റിംഗ് ആവശ്യമുള്ള ഒരു കാലത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. AI വരാൻ പോകുന്നു, അത് വലിയ പ്രശ്നമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഓൾറെഡി വന്നു കഴിഞ്ഞ AI നമ്മുടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ പ്രദേശത്തും 2ആയി ഡിവൈഡ് ചെയ്യുകയും തമ്മിൽ തല്ലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിൽ, ലോകത്തെ ഗവൺമെൻറ്റുകളുടെ രൂപീകരണത്തിൽ ഒക്കെ വലിയൊരു പങ്കാണ് ഇന്ന് AI നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ വളരെയധികം ഭയപ്പെട്ടുകൊണ്ടിരുന്നത് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെ AI തട്ടിയെടുക്കുമെന്നുള്ളതാണ്. കാർ ഓടിക്കാൻ തുടങ്ങും, തൂക്കാൻ തുടങ്ങും, പാത്രം കഴുകാൻ തുടങ്ങും എന്നുള്ള. പക്ഷെ അതിലൊന്നുമല്ല ആദ്യം AI കൈവച്ചിരിക്കുന്നത്. AI കൈവച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള റോളുകളിലാണ്. അത്തരത്തിലുള്ള റോളാണ് എഡിറ്റർമാരുടെ റോൾ. നമുക്കൊക്കെ അറിയാം, KP കേശവമേനോനാണെങ്കിലും, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണെങ്കിലും, പത്രാധിപരായിരുന്ന ഗാന്ധിയാണെങ്കിലും, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വളരെ വിദ്യാഭ്യാസമുള്ള, ലോകം കണ്ട ആൾക്കാരാണ് എഡിറ്റർമാരായിട്ട് ഏത് വാർത്തയാണ് നമ്മൾ ആദ്യം കാണേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. തലക്കെട്ടുകൾ അല്ലെങ്കിൽ എഡിറ്റോറിയലുകൾ അവരാണ് തീരുമാനിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മളൊരു ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഏതൊരു സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കാണേണ്ടത്, നമ്മൾ എന്താണ് വായിക്കേണ്ടത്, നമ്മൾ എന്താണ് ലൈക്ക് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യേണ്ടത് നമുക്ക് തീരുമാനിക്കുന്നത് ഇന്നത്തെ AI ബേസ്ഡ് എഡിറ്ററാണ്. അവരുടെ ഒരേ ഒരു ആഗ്രഹം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമയം, ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. സത്യം, ഇത്രയും ഇൻഫർമേഷൻ്റെ ഫ്ലഡിൻ്റെ ഇടയിൽ സത്യം, പലതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം അല്ല നമ്മുടെ മുമ്പിൽ എത്തുന്നത്. കാരണം പാലാഴി മദനത്തിൽ കടഞ്ഞപ്പോൾ അമൃതാണ് മുകളിലേക്ക് വന്നത്. പക്ഷേ നമ്മുടെ ഈ ലോകത്ത്, ഇൻഫർമേഷൻ കൊണ്ടിങ്ങനെ ഫ്ലഡ് ചെയ്തിരിക്കുന്ന ഈ ലോകത്ത്, അതിനെ ചേണി ചെയ്യുമ്പോൾ സത്യം എപ്പോഴും താഴേക്ക് മുങ്ങിപ്പോവുകയും ഏറ്റവും സിമ്പിളും മീഡിയോക്കറും ഹെയ്റ്റ്ഫുള്ളും ഡിവിസീവും ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് സത്യം എന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. വളരെ ബൈ നേച്ചർ ഹ്യൂമൻസിനെ പറ്റിയിട്ട് വളരെ ഒപ്റ്റിമിസത്തോടെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത്രയും കാലം ഹ്യൂമൻസ് പ്രോഗ്രസ് ചെയ്ത് ഈ രീതിയിലേക്ക് സർവൈവ് ചെയ്ത് ഈ രീതിയിലേക്ക് മുന്നോട്ട് വരുന്നതിനൊരു പ്രധാന കാരണം അവർ തമ്മിലുള്ള സ്നേഹവും സാഹോദര്യവും അഹിംസയും ഒക്കെ തന്നെയാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഡോമിനൻ്റ് ആയി നിൽക്കുന്നത്. പക്ഷെ എന്നും മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ, മനുഷ്യൻ്റെ വൃത്തികെട്ട വശം പുറത്തു കൊണ്ടുവരാൻ ഫേക്ക് നറേറ്റീവ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അസത്യങ്ങളുടെ പ്രചാരമായിരുന്നു എന്നും കാരണം. അത് പത്രങ്ങളിലൂടെയും അത് മീറ്റിങ്ങുകളിലൂടെയും റേഡിയോയിൽ കൂടെയൊക്കെ ആയിരുന്നു നേരത്തെ ചെയ്തതെങ്കിൽ ഇപ്പോൾ വളരെ ശക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കൂടെ തന്നെയുള്ള നമ്മുടെ അടുത്ത ജനറേഷനിലുള്ള ആൾക്കാർ അവരുടെ ഗാന്ധിയെ പറ്റിയുള്ള മനസ്സിലാക്കൽ, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് വളരെയധികം വിചിത്രമാണ്. കാരണം ഏതെങ്കിലും സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അടിച്ചിറക്കുന്ന അസത്യവും വളരെ ലുഡിക്രസുമായിട്ടുള്ള പല മെസ്സേജുകളാണ്
അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന അവർക്ക് സത്യത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് അവർ ഗാന്ധിയെ പറ്റിയുള്ള മനസ്സിലാക്കൽ. ഈ എക്കോ ചേമ്പേഴ്സ് ഇത് ഈ എഡിറ്റിംഗ് മാത്രമല്ല, അവർ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവരും ഒരേ തരത്തിൽ വെറുപ്പിനെ പറ്റി സംസാരിക്കുന്ന ആ ഒരു എക്കോ ചേമ്പേഴ്സിൽ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് സത്യത്തെ കൊണ്ടുവരണമെങ്കിൽ ഈ എഡിറ്റോറിയലിനെ കവച്ചു വെക്കുന്ന രീതിയിൽ ഇതിനെ ട്രൂത്തിനെ എംഫസൈസ് ചെയ്യണമെങ്കിൽ, അഹിംസയെ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. അങ്ങനെ ഒരു എഡിറ്റോറിയൽ ജോബാണ്, അങ്ങനെയുള്ള സത്യത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ജോലിയാണ് ഫാസിസത്തിന് ലോകത്തെ മുഴുവൻ എല്ലാ രാജ്യങ്ങളിലും എല്ലാ വൻകരകളിലും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഫാസിസത്തിനെ നേരിടാനുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് ഈ എക്സിബിഷൻ. ഇത് കാലത്തിൻ്റെ ആവശ്യമാണ്.